ഹലോ ഗായ്സ്, എല്ലാവർക്കും ആരോഗ്യ സന്തോഷ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഇടാതിരുന്നിട്ട് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടുകയാണ്. എൻ്റെ പച്ചക്കറി കൃഷിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സൂര്യകാന്തി കൂടി നട്ടായിരുന്നു. 47 ഇതോട് സൂര്യകാന്തിയും കൂടി നമ്മൾ നട്ട്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഇത് വരുന്നത് കാരണം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് കിഴക്കോട്ട് മാറി ഒരു പാടാണ്, ഓമനാമയുടെ പാടാണ്. പാടത്ത് ഞാനിപ്പോൾ എൻ്റെ കൃഷിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ചീര ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് ഒരു തണ്ണിമത്തരം കാണുന്നുണ്ട്, ബാക്കിയെല്ലാം സൂര്യകാന്തിയാണ്. എല്ലാത്തിനും ഇപ്പോൾ മുട്ടൊക്കെ വന്നിട്ടുണ്ട്, എല്ലാത്തിനും മുട്ട വന്ന് ഇന്ന് ഒരാഴ്ചക്കുള്ളിൽ പൂവാവുന്നതാണ്. ഇപ്പോൾ കണ്ട കൈസ്, ഇപ്പോൾ ഇതൊക്കെ കണ്ട എല്ലാ ചെടിയിലും മുട്ടാണ്. ഇത് മഴ വന്നാലാണ് ചീര പോയത്. കൊച്ചു ചെടിയെ വരെ പൂവിൻ്റെ മുട്ടായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വലിയ ചെടിയിലേക്ക് നമ്മൾ ഇപ്പോൾ പോകും. ഫ്രണ്ട്സൊക്കെ കുറച്ച് എൻ്റെ തക്കാളിയൊക്കെ ഉണ്ട് ഗൈസ്. ഈ കാണുന്ന കുറേ ആദ്യം വെച്ച ചോടാണ്, അതാണ് ഇത് ഇച്ചിരി വലുതായിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ അകത്ത് മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ ആണ്, നിന്നാണ് നമ്മൾ ഇടുന്നത്. ഇതിന് വലിയ മുട്ട വന്നിട്ടുണ്ട് ഗൈസ്. അതുപോലെ അതിൻ്റെ അടിയിലേക്ക് കുറേ മുട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഇത് പുല്ലാണ്. അതിന് ശേഷം നമ്മൾ പുല്ലൊക്കെ പറിച്ച് നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇതിപ്പോൾ കണ്ട വലിയ പാടാണ്, പാടത്താണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ വീട്ടുകാരുടെ ഇതാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് ഗൈസ്. ഇതിപ്പോൾ ദൂരത്തുള്ളൊന്ന് കാഴ്ചയാണത്. കണ്ട അടിപൊളിയല്ലേ ഗൈസ്. ഇതാണ് പാടം. കണ്ട ഇത്രയും വലിയ പാടത്തിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പോർഷനിലാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കണ്ടോ വലിയത് കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ, ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അത് നമ്മൾ പുല്ലൊക്കെ പറിച്ചപ്പോൾ എല്ലാതും ആക്റ്റീവായി, ചെടിയൊക്കെ ഇപ്പോൾ വളർന്നു നിന്നു. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ബെല്ലേക്കിലൊന്ന് നെക്കി അതൊന്ന് അടിച്ച് പൊട്ടിച്ചേക്ക് ഗൈസ്. സൈനിങ് ഔട്ട്.